ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ശ്രീ ഇ ജയൻ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കാൻ എത്തിയിട്ടുണ്ട്. ശ്രീ ഇ ജയൻ, ഈ വിഷയത്തിൽ UDF വിട്ടു നിൽക്കുകയാണ്. പക്ഷേ ലീഗ് ഇതിനെ ഒരു അവസരമായി കാണുന്നുണ്ട്, അവരുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അത് തന്നെയാണ് വികസന സദസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതുമല്ലോ. ഇതിൽ നിന്ന് UDF മാറി നിൽക്കുന്നതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? UDF ഈ വിഷയത്തോട് ഇതിനൊരു കണ്ണിൽ പൊടിയിടുന്ന പരിപാടി എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ കണ്ണുപൊടിയിടുന്നുള്ള പരിപാടി അല്ല എന്നുള്ളത് വ്യക്തമായല്ലോ. കാരണം UDF എന്ന് പറഞ്ഞ ഒരു സംവിധാനം നാട്ടിലില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. UDFന്റെ തീരുമാനം ബാധകമല്ല. തീരുമാനം അനുസരിച്ചല്ലല്ലോ UDFന്റെ ഘടകകക്ഷികൾ. UDF പെട്ട കോൺഗ്രസ് ആയാലും ലീഗായാലും തോന്നുന്നത് മംഗലം പഞ്ചായത്തിൽ കോൺഗ്രസും അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോ കോൺഗ്രസിലെയും ലീഗിലെയും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. അത് ത്രിതല പഞ്ചായത്തുകൾ വഴിയായാലും ഗവൺമെന്റ് വഴിയായാലും അവർക്ക് ഇത് എന്താണ് സംഭവം എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പങ്കെടുക്കുന്നത്. UDF എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ UDFന്റെ തീരുമാനമല്ലേ നടപ്പാക്കുക. അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പങ്കെടുക്കുന്നത്. ലീഗ് UDFന്റെ ഭാഗമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവും അവർ ആ തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ജനങ്ങളുടെ മുമ്പാകെയല്ലേ ഈ വികസന സദസ്സുകളൊക്കെ തന്നെ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന കാര്യങ്ങളാണ്. ത്രിതല പഞ്ചായത്തുകൾ വഴിയും ഗവൺമെന്റ് മേഖലയിലും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ആ വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നിട്ടില്ല എന്നാണ് UDFന്റെ നേതൃത്വം നടന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ടാണ് അതല്ല ശരി, ഈ ഗവൺമെന്റ് പറയുന്നതാണ് ശരി എന്നാണ് ലീഗായാലും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു വിഭാഗമായാലും അവരിലെ പാവപ്പെട്ടവരായാലും ഒക്കെ അംഗീകരിക്കുന്നത്. അത് ഗവൺമെന്റിനുള്ള അംഗീകാരമാണ്. ഇത് മറിച്ചൊന്നും നമ്മൾ കാണേണ്ടതില്ല. ഇത് ആദ്യം ലീഗ് ന്യായീകരിച്ചിരുന്നു, പിന്നെ ലീഗ് പറഞ്ഞു അത് UDF പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവർ പേരൊക്കെ മാറ്റിയാണ് പരിപാടി നടത്തുന്നത്. അതായത് അങ്ങനെ സർക്കാർ പറയുന്നത് മുഴുവൻ വിശ്വസിച്ചല്ല, അവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവർക്കും നല്ലതാണ് എന്നേ അവർ കരുതുന്നുള്ളൂ. അവരൊരു പേരും മാറ്റിയിട്ടില്ല. ഗവൺമെന്റ് അതിനൊരു പേര് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് പ്രകാരം തന്നെയാണ് അവർ നടപ്പാക്കുന്നത്. വേറൊരു പേരും അങ്ങനത്തെ മാറ്റിയതായിട്ട് അറിയില്ല. പിന്നെ അതിലെന്തോന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് അവർ വേറെന്തെങ്കിലും കോൺഗ്രസോ ലീഗോ മറ്റു രീതിയിൽ പ്രതികരിക്കുമോ എന്നുള്ളതുകൊണ്ട് ചെയ്തതാവും. ഈ വികസന സദസ് കൊണ്ട് സത്യത്തിൽ എന്താണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ഓരോ പഞ്ചായത്തിലും ഇങ്ങനെ ഒരു വികസന സദസ് സംഘടിപ്പിക്കുക, അതായത് ഭരണനേട്ടം വിളിച്ചു പറയുക, തെരഞ്ഞെടുപ്പിന് മുൻപായി ഒരു പ്രചാരണം ഒരുക്കുക, അത് തന്നെയല്ലേ സ്വാഭാവികമായി ഉദ്ദേശിക്കുന്നത്? അത് കേരളത്തിലെ ഗവൺമെന്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ കേരളത്തിലെ ഗവൺമെന്റും ത്രിതല പഞ്ചായത്തുകളും നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശം നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലൈഫ് മിഷനിലൂടെ ആയാലും അതേപോലെ ശുചിത്വ കേരളായാലും മറ്റു ഒട്ടേറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളിലൂടെ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ 5.5 ലക്ഷം വീട് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് നൽകിയില്ലേ? പഞ്ചായത്തുകൾ മുഖാന്തരമാണല്ലോ നൽകിയത്. അത് ജനങ്ങളോട് പറയേണ്ടതുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏതെങ്കിലും കാലത്ത് ഇത്രയധികം വീട് നാട്ടിലെ പാവപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമല്ലേ? അപ്പൊ ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് UDF തീരുമാനിച്ചാൽ അതിലുള്ള ആളുകൾ പോലും അതിന്റെ കൂടെ നിൽക്കില്ല എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. UDF ചർച്ച ചെയ്യേണ്ടതില്ല. എല്ലാ വികസന പ്രവർത്തനങ്ങളോടും എതിർപ്പ് നിൽക്കുന്ന ഒരു ടീമാണ്. കാരണം UDFന്റെ നേതാക്കന്മാർക്ക് ഭരണമാണ് പ്രശ്നം. പക്ഷെ UDFിലെയും ലീഗിലെയും കോൺഗ്രസിലെയും സാധാരണക്കാർക്ക് ഇവിടെ ആരെങ്കിലും ഭരണം പിടിക്കാതിരിക്കുക എന്നുള്ളതല്ല പ്രശ്നം. നാട്ടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി സാധാരണ ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നവരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ. അവർക്ക് അക്കാര്യത്തിൽ ബോധ്യമുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ കഴിഞ്ഞ 9 കൊല്ലത്തിലധികമായി നടക്കുന്നുണ്ട്. ആ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് വിട്ടു നിൽക്കാൻ പറ്റില്ല. വിട്ടു നിന്നാൽ ജനങ്ങൾ തങ്ങളെ ഒറ്റപ്പെടുത്തും എന്നുള്ള ബോധ്യപ്പെടലുണ്ട്. ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ അവർ കൂടി ഏറ്റെടുക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജയൻ. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ KPO റഹ്മത്തുള്ള കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റഹ്മത്തുള്ള, ഇതിൽ UDFന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇത് കണ്ണിൽ പൊടിയിടലാണ്. സർക്കാരിന്റെ പൈസ ഉപയോഗിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്ന രീതിയിലാണ് വികസന സദസ്സിനെ UDF കാണുന്നത്. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനിച്ചതാണ്. ജില്ലാ തലങ്ങളിലും അതേക്കുറിച്ച് അറിയാം. പക്ഷേ എങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ അതിനും അപ്പുറത്തേക്ക് ലീഗ് ഇങ്ങനെ സ്വതന്ത്രമായൊരു നിലപാടെടുക്കുന്നത്? ഇപ്പോൾ ലീഗ് നേതൃത്വം ജില്ലാ നേതൃത്വത്തിന്റെ അറിവില്ലാതെ പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണെങ്കിൽ പോട്ടെ, അങ്ങനെയല്ല. മംഗലത്തുണ്ട്, കീഴാറ്റൂരിലുണ്ട്, മൊറയൂരിലുണ്ട്. അപ്പോൾ അത് ലീഗ് തങ്ങളുടെ ഭരണനേട്ടം
ജനങ്ങളിലേക്ക് എത്തിക്കണം, അതിനൊരു അവസരമായി കാണുന്നു. ഇത് UDF-നുള്ളിൽ ഒരു അസ്വാരസ്യം ഉണ്ടാക്കുമോ? മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ UDF-നും ഇതിൽ ഐക്യകണ്ഠേനയുള്ള ഒരു നിലപാടില്ല എന്നതാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നത്. കാരണം ഞാൻ താമസിക്കുന്ന വീട്ടിലെ നിറമരുതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന് ഭരിക്കുന്ന പഞ്ചായത്താണ്. കഴിഞ്ഞ ദിവസം അവിടെ ഈ വികസന സെമിനാറിന് സ്വാഗത സംഘം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചേർന്ന യോഗത്തിൽ ഞാൻ പോയതാണ്. അവിടെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ ഇസ്മായിലിനെയാണ് ഞങ്ങൾ സ്വാഗത സംഘം ചെയർമാനായിട്ട് തെരഞ്ഞെടുത്തത്. കോൺഗ്രസിന്റെ വൈസ് ചെയർമാനും ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പങ്കെടുത്തിരുന്നു. കോൺഗ്രസിലെ ഭാരവാഹികൾ പങ്കെടുത്തിരുന്നു. അതുപോലെ എന്റെ തൊട്ടടുത്തുള്ള പഞ്ചായത്താണ് മംഗലം. അവിടെയും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ആളുകൾ, DCC സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് എല്ലാ കാലത്തും പറഞ്ഞിരുന്ന ഒരു സംവിധാനമാണ് UDF. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഈ തീരുമാനം പോലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇനി എന്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കണം എന്നതിനെ കുറിച്ച് ഈ വികസന സെമിനാറിൽ കൃത്യമായ രൂപരേഖ അവതരിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയതും അവിടെ അങ്ങനെയാണ് വിശദീകരിക്കുക. ഒരു നാട്ടിൽ ഇനി വേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങൾക്ക് പറയാൻ കിട്ടുന്ന അവസരം ഇല്ലാതാക്കുക എന്നത് എന്തായാലും ശരിയല്ല. മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു UDF സംസ്ഥാന തലത്തിലെടുത്ത ഒരു തീരുമാനം മലപ്പുറം ജില്ലയിലേക്ക് എത്തുമ്പോൾ മാത്രം ലീഗ് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അട്ടിമറിക്കുന്നു എന്നത് വരും ദിവസങ്ങളിൽ UDF-ൽ വലിയ ചർച്ചാ വിഷയമാകുമെന്ന്. അതായത് ശ്രീ റഹ്മത്തുള്ള, ലീഗിന് അപ്രമാദിത്വമുള്ള സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകളിൽ. ഇപ്പൊ നേരത്തെ അനുമോദ് പറഞ്ഞ വാചകം പറയുകയാണെങ്കിൽ UDF എന്നൊക്കെ പറയാമെങ്കിലും അവിടെ ലീഗ് തന്നെയാണുള്ളത്. തങ്ങൾക്ക് അധികാരമുള്ള പ്രദേശങ്ങളിൽ തങ്ങൾക്ക് അധികാരത്തിൽ തുടർന്നേ മതിയാവൂ. അതിനിപ്പോ ഇങ്ങനൊരു UDF-ന്റെ ഒരു തീരുമാനം ഉണ്ടെന്ന് കരുതി ആ നേട്ടം എത്തിക്കുകയും അതിന്റെ ഗുണഫലം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ആ നിലപാടിലേക്ക് ലീഗിന് ആ ധൈര്യമുള്ള, കോൺഫിഡൻസ് ഉള്ള സ്ഥലങ്ങളിൽ ലീഗ് ആ തീരുമാനം എടുക്കുകയാണ്. അപ്പോ 2 തവണ സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടതിന്റെ ക്ഷീണം മുസ്ലിം ലീഗ് എമ്പാടും അനുഭവിക്കുന്നുണ്ട് എന്നത് വളരെ സത്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂടി അധികാരം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ മുസ്ലിം ലീഗിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം സാധാരണ പ്രാദേശിക തലത്തിലുള്ള സ്വാധീനം പോലും അങ്ങനെ വരുന്ന പക്ഷം 3ാം തുടർ ഭരണം ഉണ്ടാവുകയും പഞ്ചായത്തുകളിലും ഭരണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ പാർട്ടിയിൽ നിന്ന് വൻ കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്നത് മുസ്ലിം ലീഗ് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് അപ്രമാദിത്വം, തങ്ങൾക്ക് വീണ്ടും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറി വരാമെന്ന് തോന്നുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് സ്വന്തമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, പല കാര്യങ്ങളിലും CPM-മായി യോജിച്ചു പോകുന്ന ഒരു നിലപാടാണ് പ്രാദേശിക തലങ്ങളിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ സ്വീകരിച്ചു വരുന്നത് എന്ന് കോൺഗ്രസ് നേരത്തെ പരാതി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം ലീഗിന്റെ ഈ പ്രാദേശികമായ ഈ സംസ്ഥാന തലത്തിൽ നിന്നുള്ള വേറിട്ട ഈ നിലപാട് വരും ദിവസങ്ങളിൽ